ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ യാത്രയിൽ നിൽക്കുകയാണ്. രാവിലെ തന്നെ വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും യാത്രയിൽ നിൽക്കാം. ഇന്ന് ഞങ്ങളുടെ മാമാടെ മോളുടെ 1 വയസ്സിൻ്റെ ബർത്ത്ഡേയാണ്. ഇച്ചും തച്ചും ഇക്കാക്കൊക്കെ ഞങ്ങൾക്ക് ഡ്രസ് കോഡും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരേ കളർ ഏകദേശം ഡ്രസ്സ് ഇട്ടേക്കണത്. ഇച്ചുവിനെ ഞാൻ നേരത്തെ കിടത്തി ഉറക്കിയായിരുന്നു, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഞങ്ങൾ അവനെടുത്ത് പോരാൻ നിന്നപ്പോഴേക്കും അവൻ എണീറ്റു. പിന്നെ ഞങ്ങളവിടെ ഹോളിലെത്തിയപ്പോഴേക്കും ആരും അധികം വന്നിട്ടൊന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേള്. അപ്പൂൻ്റെ കയ്യിൽ അവൾ ഇരിക്കണേ. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവളുടെ മുഖം മറച്ചു പിടിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഹാളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായി, നന്നായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാള് ഡെക്കറേറ്റ് ചെയ്തിട്ട് ബലൂണൊക്കെ കണ്ടിട്ട് ഇച്ചുവിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇച്ചു അതൊന്ന് പോയി ഒന്ന് പൊട്ടിച്ചെടുക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അവന്. പിന്നെ കുഞ്ഞു പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ടല്ലേ, എന്തെങ്കിലും ബലൂണായാലും പൂവായാലും കൊണ്ടൊന്ന് പറക്കണം പൊട്ടിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതായിരിക്കും. കേക്ക് ഞങ്ങൾ ശരിക്കും 11 മണിക്ക് മുറിക്കാൻ വെച്ചതാ. 12 മണിയൊക്കെ ആയിട്ടാണ് കേക്ക് മുറിച്ചത്. അതിനുള്ളിൽ കുഞ്ഞൂസ് ഒന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ആ ഡ്രസ്സ് ഇട്ടിട്ട് അതിന് ചൂടെടുത്തിട്ടും പാടില്ല. പുള്ളിക്കാരി അടഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് എടുക്കാൻ ഇക്കാക്കിയാണ് പോയിരുന്നത്. ഇക്കാക്ക് എത്തിയിട്ടുണ്ടായില്ല, ഇത്തിരി നേരം വൈകി കേക്ക് കിട്ടാൻ. പിന്നെ മിഠായും സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ അവരെ അവിടെ കാത്തു നിൽക്കണതിൻ്റെ ഇടയിലേക്കും എല്ലാവരും വന്നു. അപ്പോഴേക്കും ഞങ്ങൾ കാത്തു നിൽക്കണ സമയം കൊണ്ട് അപ്പോൾ മാമയുടെ മോനും കസിനൊക്കെ കൂടിയിട്ട് വന്ന് ജ്യൂസൊക്കെ എല്ലാവർക്കും സപ്ലൈ ചെയ്ത് കൊടുത്തു. എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴേക്കും മാമയൊക്കെ വന്നു കഴിഞ്ഞിട്ട് മിഠായും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് അവിടെ കൊണ്ടുവച്ചു. എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ശരിയാവണുണ്ടായില്ല. അവസാനം ഒരു പൂവൊക്കെ തിരികെ വെച്ച് അതങ്ങനെ അവിടെ സ്റ്റേജിൽ ഒന്നും ഭംഗിക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുള്ളിൽ അമ്മയും പാത്തും വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിന്ന് അവരെ വിളിക്കാനായിട്ട്. അമ്മ വന്ന് കുഞ്ഞൂസിനെ എടുത്തപ്പോഴേക്കും കുഞ്ഞൂസ് കരഞ്ഞതേ അപ്പൂൻ്റെ പോയി. പിന്നെ അമ്മായിട്ട് അമ്മയും പാത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഇക്കാക്ക കേക്കൊക്കെ കൊണ്ടുവന്നപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ കേക്ക് മുറി നടത്തി, അല്ലെങ്കിൽ ഉണ്ണിയാകെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ കുഞ്ഞുണ്ണികൾക്ക് അത്രയും വലിയ ഉടുപ്പൊന്നും ഇട്ടിരിക്കാൻ ഒരുപാട് സമയം പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് വേഗം കേക്ക് മുറിയൊക്കെ നടത്തി. അവള് ഇവിടെ കേക്ക് മുറിക്കാൻ പറഞ്ഞപ്പോൾ അവള് വെല്ലോടത്ത് നോക്കി നിൽക്കുക. അവിടെ ലൈറ്റിൻ്റെ കത്തണതൊക്കെ നോക്കി നിൽക്കുക. അതുകൊണ്ട് അവള് കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് അത് അവള് കേൾക്കണം കൂടിയില്ല. അതുകൊണ്ട് ഒരു വിധത്തിലാണ് അമ്മായിയും മാമിയും കൂടിയിട്ട് അവൻ്റെ കേക്ക് കൈ പിടിച്ച് ആ കേക്ക് മുറിക്കലൊക്കെ നടത്തിയാണ്ടാ. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരുപാട് പേരെ വിളിച്ച് നടത്തുക, അതൊക്കെ നമുക്കൊരാഗ്രഹം, നമുക്കൊരു സന്തോഷമല്ലേ അത്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് അങ്ങനെ ഒരുപാട് പേരെ വിളിച്ച് നടത്തുന്നതൊക്കെ. ഇച്ചുവിൻ്റെയും തച്ചുവിൻ്റെ ഒക്കെ ബർത്ത്ഡേ ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ച് തന്നെ നടത്തിയതും. തച്ചുവിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് കൊറോണയായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മാമി അവരൊക്കെ കൂടി നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറി. ഞങ്ങളൊരു കുഞ്ഞ് കമ്മലാണ് കേട്ടോ കുഞ്ഞൂസിനും കൊടുത്തത്. അവൾ കാത് കുത്തിയിട്ടില്ല, കാത് കുത്തുമായിരിക്കും, ഒരു കുഞ്ഞ് കമ്മലാണ് കേട്ടോ കൊടുത്തത്. അതിനുള്ളിൽ അവർ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും സപ്ലൈ ചെയ്തു കേട്ടോ. കേക്ക് മെൽറ്റൊക്കെ ആയി പോവും. വേഗം മുറിച്ചത് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാനും ഇരുത്തിയിട്ടാണ് വേഗം. കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നേരം വൈകി തന്നെ കേക്ക് മുറിച്ചത്. അപ്പോൾ പിന്നെ വേഗം ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ സപ്ലൈ ചെയ്ത് തുടങ്ങി. അവിടെ അതിൻ്റെ ഇടയിൽ കേക്കും അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കേക്കും കൊടുത്തു. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഇച്ചുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഐസ്ക്രീമൊക്കെ എടുത്തു കൊടുത്തു. ഇച്ചു അമ്മയും ഭാഗത്തും വന്നപ്പോൾ തന്നെ ഇച്ചു അവരുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വിശന്നിട്ട് പാടുണ്ടാവില്ലേ പിള്ളേർക്ക്. അവർ മിഠായും ഐസ്ക്രീമും തന്നെ തിന്നുകൊണ്ട് കിടക്കുക. അപ്പം ഞാൻ ഇച്ചുവിനും തച്ചുവിനെ വിളിച്ച് ഞാൻ ചോറ് കൊടുത്തിട്ട് ഞാനും ഭാഗത്തും ചോറുണ്ടാണ്ടിരുന്നു കേട്ടോ. മറ്റുള്ളവർ പിന്നെ ഇരുന്നോളാം, ലാസ്റ്റ് ഇരുന്നോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ച് വേഗം വീട്ടിലേക്ക് വരണമായിരുന്നു. ഞാനിന്ന് വെള്ളിക്കുളങ്ങരയ്ക്ക് പോന്നേക്കാണ്. അപ്പോൾ ഇക്കാക്ക വരില്ല, ഇക്കാക്ക് വർക്കുണ്ട്. അപ്പോൾ ഇക്കാക്ക വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ വേഗം പോകണമെന്ന് വെച്ച് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ബർത്ത്ഡേകളിന് വിശന്നിട്ട് പാടുണ്ടായില്ല. അപ്പം അതിന് മൂത്ത അമ്മായി അതിന് ചോറ് വാരി കൊടുക്കുകയാണ്. അൻസി അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് പതുക്കൊന്ന് അവളെ വീഡിയോയിൽ എടുത്തു കേട്ടോ. മാമാടെ മോൻ പിന്നെ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കണ്ടായിരുന്നു. അവൻ എന്നെ സ്കൂപ്പ് ചെയ്യാനായിട്ട് അവിടെ പിടിച്ചിരുത്തിയിട്ട് അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞ് തിരിച്ചു പോന്നു.
അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞൂസിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കിട്ടാം. പിന്നെ അവളുടെ ഇക്കാക്കയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് 2 ഇക്കാക്കന്മാരുടെ കൂടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു കിട്ടാം. പിന്നെ ലാസ്റ്റ് അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ എല്ലാ ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാക്കിയും അമ്മായിയും മോനും പിന്നെ മാമയൊക്കെ കൂടി ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനിരുന്നത്. ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. അവരെ ഫുഡ് കഴിക്കാനുള്ള ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. കാരണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ബസ് കിട്ടില്ല അവിടെ നിന്ന് വെള്ളിക്കുളങ്ങരയ്ക്ക്. ഇപ്പോൾ അരമണിക്കൂർ കൂടിയൊക്കെ ബസ്സുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു. ഇച്ചുവിനെയും തച്ചുവിനെയും കൂട്ടി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചും തച്ചും മിഠായിയും ഐസ്ക്രീമൊക്കെ ആയിട്ട് ഓരോരുത്തർ കൊടുക്കണമെന്ന് തിന്നുകൊണ്ട് കിടക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇച്ചുവിന് ഒരു ഹെയർ ബാൻഡ് ആരോ കൊടുത്തു. അത് തലയിൽ വെച്ചിട്ട് കുറേ ബലൂണും പിടിച്ച് നിൽക്കാം. ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ.